പി.എൻ. പണിക്കർ വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉദ്ഘാടനം നിർവഹിച്ചു. കനക ഗോൾഡൻ ഡയമണ്ട്സ്, ഏഴൂർ റോഡ്, തിരൂർ. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ പി.എൻ. പണിക്കർ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രത്തോളം ത്യാഗം ചെയ്തിരുന്നൊരു പേഴ്സണാലിറ്റിയാണ്. അവിടെ ജീവിതത്തിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഇത് ചെറുതായിട്ട് ഇനീഷ്യേറ്റീവ് അത്രയും വലിയ മൂവ്മെന്റിൽ എങ്ങനെ കൺവേർട്ട് ആയത്. ആദ്യമേ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ പോയി, രണ്ടാമത്തെ ഗ്രാമത്തിൽ പോയി, ആ രീതിയിൽ സ്റ്റാർട്ടായ ഒരു മൂവ്മെന്റ് ഒരു നാഷണൽ ലെവൽ റെക്കഗ്നിഷൻ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാ വർഷം ഈ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ന് ഒരു ദിവസം മാത്രമേ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും കുട്ടികളും ഇവിടെ വന്നിട്ട് ഇതിനെ കുറിച്ച് ചർച്ച ഒക്കെ ചെയ്യാൻ മാത്രമില്ല. നമുക്ക് കംപ്ലീറ്റ് ഇയർ റൗണ്ട് ഇങ്ങനെ ഈ ദിനം അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഇമ്പോർട്ടൻറ്റ്. പുതുതലമുറയെയും പൊതുസമൂഹത്തെയും വായനയിലേക്ക് കൊണ്ടുവരാനായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ക്യാമ്പയിന്റെ ഉദ്ഘാടനം വായനാ പക്ഷാചരണത്തിന്റെ സമാപന ചടങ്ങിൽ മന്ത്രി പി.കെ. ബഷീർ നിർവഹിക്കും. മലപ്പുറം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട പരിപാടിയിൽ അധ്യക്ഷനായി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ. മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ അധ്യക്ഷൻ ജാഫർ കക്കൂത്ത് ക്യാമ്പയിൻ പരിപാടികൾ വിശദീകരിച്ചു. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ.പി. ശങ്കരൻ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി.വി. റഫീഖ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി.വി. ശാസ്തപ്രസാദ്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അനിഷ, മലപ്പുറം ഗവൺമെന്റ് കോളേജ് NSS കോർഡിനേറ്റർ ബിൻസി എന്നിവർ സംസാരിച്ചു. മലപ്പുറം ഗവൺമെന്റ് കോളേജ് അറബിക് വിഭാഗം മേധാവി ഡോക്ടർ മൊയ്തീൻകുട്ടി കല്ലറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.